കാട്ടാനകൾക്ക് നിരന്തരമായി പരിക്കേൽക്കുന്നുവെന്ന പരാതിയിൽ കാലടി പ്ലാന്റേഷനിൽ സ്പെഷ്യൽ ഡ്രൈവുമായി വനം വകുപ്പ്. പരാതിയെ തുടർന്ന് ആനത്താരകളിലെ ചില്ലുകുപ്പികളും മറ്റ് പഴവസ്തുക്കളും എടുത്തുമാറ്റി. കഴിഞ്ഞ ദിവസം കുപ്പിച്ചില്ല് കയറി ഏഴാറ്റുമുഖം ഗണപതിക്ക് പരിക്കേറ്റിരുന്നു. ഈ ചാലക്കുടിയിലും വാഴച്ചാൽ ഡിവിഷനിലും ഈ ഡ്രൈവ് ഇന്ന് നടക്കുന്നുണ്ട്. നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്കത്തുള്ള ആനത്താരകൾ കേന്ദ്രീകരിച്ച് പൊട്ടിയ കുപ്പികൾ, ബിയർ ബോട്ടിൽസ് അല്ലെങ്കിൽ മറ്റു കുപ്പികളുണ്ടെങ്കിൽ അത് പറക്കി, പിന്നെ അബാൻഡൻഡ് ആയിട്ട് ഇവിടെ നേരത്തെ നമ്മുടെ PCKയിൽ ഇട്ടിരിക്കുന്ന മുള്ളുവേലികൾ ധാരാളമായിട്ട് ഈ ഒരു മേഖലയിൽ കിടപ്പുണ്ട്. അതിൽ നിന്നും വന്യമൃഗങ്ങൾക്ക് അതിനകത്ത് ചവിട്ടിയും പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം അതും കൂടെ നമ്മൾ മാറ്റിക്കൊണ്ടുള്ള ഒരു ഡ്രൈവാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്. നിതിൻ സേവർ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്താണ് വനംവകുപ്പ് ഇപ്പോൾ ചെയ്യുന്നത്? അജിംസ്, ഈ കഴിഞ്ഞ ദിവസം ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയ്ക്ക് കാലിൽ ചില്ലുകുപ്പി തറച്ച് പരിക്കേറ്റിരുന്നു. അപ്പോൾ നിരന്തരമായി ഇത്തരത്തിൽ വന്യമൃഗങ്ങൾക്കും ആനകൾക്കും കാട്ടാനകൾക്കും പരിക്കേൽക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് ഇത്തരത്തിൽ വനംവകുപ്പ് ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നത്. ചാലക്കുടി ഒപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലും ഇതിനോട് അടുത്തുള്ള മറ്റു സ്ഥലങ്ങളിലും ഒക്കെ തന്നെ ഈ ആനത്താരകളിലെ ചില്ലുകുപ്പികളും മറ്റ് പാഴ്വസ്തുക്കളും കമ്പി അടക്കമുള്ള സാധനങ്ങളൊക്കെ തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. സഞ്ചാരികൾ മദ്യക്കുപ്പികൾ വലിച്ചെറിയുന്നത് വലിയ തോതിൽ പ്രശ്നമാകുന്നുണ്ട് എന്നാണ് ഈ വാഴച്ചാൽ DFO രാവിലെ നമ്മളോട് പറഞ്ഞത്. ആനത്താരകൾ കേന്ദ്രീകരിച്ചാണ് ഡ്രൈവ് നടക്കുന്നത്. ഈ പരിക്കേറ്റ ഗണപതി എന്ന ആനയെ 2 ദിവസമായി നിരീക്ഷിക്കുന്നുണ്ട് ഡോക്ടർമാർ. വലത് മുൻകാലിന്റെ അടിയിലാണ് ഇത്തരത്തിൽ പരിക്കുള്ളത്. അതുകൊണ്ട് തന്നെ മുൻകാല് കുത്തി നടക്കാൻ ആനയ്ക്ക് പ്രയാസമുണ്ട് എന്നാണ് DFO നമ്മളോട് പറഞ്ഞത്. ഏതായാലും ഇത്തരത്തിൽ ഇനി ഇങ്ങോട്ടേക്ക് വരുന്ന സഞ്ചാരികൾ ഉപദ്രവകരമാകുന്ന രീതിയിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കാതിരിക്കണമെന്നൊരു മുന്നറിയിപ്പ് കൂടി വനംവകുപ്പ് നൽകുന്നുണ്ട്. അജിംസ്.